ഗൈസ് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നടന്നാണ് പോണത്. ഗൈസ് ഞാൻ നടന്ന് മുക്കോലം എത്താറായി, എന്നിട്ടും വണ്ടിയൊന്നും വരണില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഇന്നലെ അമ്പുടുവിന് കുറേ സാധനങ്ങൾ തീർന്നിരിക്കണം. അപ്പം ഞാൻ അവന് ഓണത്തിന് മുമ്പ് എല്ലാം വാങ്ങിച്ച് വയ്ക്കണമെന്നും ഉണ്ടായിരുന്നു. ഓണത്തിനുള്ള സാധനമൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം ചേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 ഓണത്തിൻ്റെ അന്നാണ് 1 ഇയർ ആകുന്നത്. ഇന്ന് നെടുമ്പങ്ങാട് പോയില്ലെങ്കിൽ പിന്നെ പോക്ക് നടക്കില്ല, കാരണം ഓണത്തിരക്കാണ്, നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്കാണ് ഇപ്പോഴേ. അപ്പോൾ നാളെ സൺഡേ കൂടെ ആകുമ്പോൾ നല്ല തിരക്കാവും. ചേട്ടന് ഇതിനിടയ്ക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റില്ല, ചേട്ടന് സൺഡേ ആണ് ഓണ ഫംഗ്ഷന്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ അമ്പുടൂന് ഒരുപാട് സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം. അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ അമ്പുടു ഇല്ലാതെ ആദ്യമായിട്ടൊക്കെയാണ് പോകണത്. അപ്പോൾ എനിക്കൊരു മൈൻഡ് ഫ്രീ ഉണ്ട്, കാരണം അമ്പുടൂനെ കൊണ്ടുപോകുമ്പോൾ ഒരു ടെൻഷനും വെപ്രാളവും അവനെ പിടിക്കുന്നതും. സോ ഫ്രീ മൈൻഡിലങ്ങ് പോവുകയാണ്. അങ്ങനെ മുക്കോല വരെ നടന്ന് ഒരു വണ്ടിയും കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് നേരം മുക്കോല വന്ന് കാത്തു നിന്നപ്പോഴാണ് ഒരു ഓട്ടോ കിട്ടിയത്. അപ്പോൾ ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ഓട്ടോയും നെടുമങ്ങാട് ജംഗ്ഷനിലോട്ട് പോയില്ല. അപ്പോൾ ആദ്യം ഞാൻ ഫാൻസിയിലാണ് കയറിയത് കേട്ടോ. ഫാൻസിയിൽ നിന്ന് എനിക്കും കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു, അമ്പുടൂനും വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. സൂപ്പർ മാർക്കറ്റ് കയറിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനമൊന്നും മേടിക്കാനില്ലായിരുന്നു. അവിടെ നിന്ന് അമ്പാടിക്ക് കുറച്ച് കടല, പയറുവർഗ്ഗം, അപ്പോൾ ഡെയിലി കുട്ടികളുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ അമ്പാടിക്ക് ഒരുപാട് നാളായി ഇതൊക്കെ കൊടുത്താൽ അവൻ കഴിക്കാറില്ല കേട്ടോ. കഴിക്കാതെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കളച്ചിലൊക്കെയാണ്. പിന്നെ അവന് കാടമുട്ട മേടിച്ചു കേട്ടോ. ശ്വാസമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കാടമുട്ട കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അമ്പാടിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ബിരിയാണി വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോഴോ നല്ല മഴക്കോളും. ബിരിയാണിയിലൊക്കെ വില പോണ പോക്കെ. ആദ്യം 120-നൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു, ഇപ്പം 140 എൻ്റെ കണ്ണ് തള്ളി അന്തം വിട്ടുപോയി. അപ്പോൾ പിന്നെ മഴക്കോള് കണ്ടതുപോലെ തന്നെ നല്ല മഴച്ചാറ്റലായി. പോകെ മഴ കൂടിക്കൂടി വന്ന് പെട്ടെന്ന് ഓടി ഞാൻ പോവുകയാണ്. പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന്. അപ്പം ഈ 2 സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഓണച്ചന്തയെന്ന് പറയാം. ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാതിരുന്നത്. അപ്പം ഈ കടകളിൽ മൊത്തം ഡ്രസ്സുകളാണ് കേട്ടോ, ഒരുപാട് ഐറ്റം ഡ്രസ്സുകൾ. പിന്നെ പല കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഡ്രസ്സുകൾ എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടും തോന്നിയില്ല. പിന്നെ നേരെ പോയത് ഭാസ്കര വിലാസത്തേക്കാണ് കേട്ടോ. പെട്ടെന്ന് ഓടി എത്തിയതാണ്, ഭയങ്കര മഴയായിട്ടോ പെട്ടെന്ന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അമ്പാടിക്ക് കാപ്പൊടി, കുരുവപ്പൊടി, ഹെൽത്ത് മിക്സ്, പിന്നെ രാസനാദിപ്പൊടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. ഇവിടെ കയറുമ്പോൾ ഭയങ്കര റേറ്റാണ് കേട്ടോ എല്ലാം, പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ് സാധനങ്ങൾ. അപ്പം നല്ല തകർപ്പ മഴയായിരുന്നു. ഞാൻ കുടയും പിടിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ നേരെ പോയപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് സെറ്റൊക്കെ ഇടാൻ പറ്റിയൊരു സാധനം കിട്ടി കേട്ടോ. വാങ്ങിക്കണമെന്ന് പ്രതീക്ഷിച്ച ഒരു സാധനമേ അല്ല, പക്ഷെ അത് വാങ്ങിച്ചത് യൂസ്ഫുള്ളാണ്. എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഇതെന്താണ് കടൽ കണക്ക് സാധനങ്ങൾ. ഞാൻ ഫാൻസി ഐറ്റംസ് ഒന്നും നോക്കാൻ തിരിഞ്ഞു നിന്നില്ല കേട്ടോ. നോക്കി ഞാൻ വാങ്ങിച്ചു പോകും, വില കുറവാണ്, അപ്പം വാങ്ങിച്ചു പോകും. പക്ഷേ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ആയിരിക്കില്ല. ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചത്. അമ്പാടിക്ക് കുളിക്കാൻ ബക്കറ്റ്, കപ്പ്, സോപ്പ് പൊട്ടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണത്. മഴ ഇതിലാൾ കയറിയിട്ടില്ല, 1/2 മണിക്കൂർ കഴിഞ്ഞാലേ എടുക്കുള്ളൂ. അയ്യോ, ഇനി അമ്പുടൂന് ഫ്രൂട്ട്സ് വാങ്ങിച്ചില്ല, ഇറങ്ങി പോവാ ഒരു മഴ. നീണ്ട 6 മണിക്കൂർ ബസ് അല്ല, 1/2 മണിക്കൂർ ബസ് ഇരുന്ന ശേഷം വീടെത്താറായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.